നിങ്ങളെ കൊല്ലത്തിൽ 12 ദിവസം മാത്രം നട തുറക്കുന്ന ഒരു ക്ഷേത്രത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഞങ്ങളോട് കുറേ പേരായി പറയുന്നു ഒരു ട്രാവലിംഗ് വ്ലോഗൊക്കെ ചെയ്യുമെന്ന്. എന്നാൽ പിന്നെ ഇത്തരം പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഐശ്വര്യമായിട്ട് തുടങ്ങാമെന്ന് ഞങ്ങളും വിചാരിച്ചു. എന്തായാലും ഐശ്വര്യത്തിന് ഒരു കുറവും ഉണ്ടായില്ല കേട്ടോ. നല്ല മഴയായിരുന്നു. മഴ ദേവിയുടെ അനുഗ്രഹമാണല്ലോ. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് അറിയുന്നവരും ഇവിടെ പോയിട്ടുള്ളവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ആലുവയ്ക്കടുത്ത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന തിരുവൈരാണിക്കുളം എന്ന ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ശിവഭഗവാനെയും പാർവതിദേവിയെയും ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നതാണ് കേട്ടോ. പക്ഷെ ഭഗവാന്റെ പിറന്നാളായ ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ 12 ദിവസത്തേക്ക് പാർവതി ദേവിയുടെ നട തുറക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് കേട്ടോ കേട്ടുകേൾവി. ഞങ്ങളവിടെ എത്തി. വിവിധ ചെരുപ്പ് സൂക്ഷിക്കുന്ന ആൾക്ക് ചില്ലറയില്ലാതെ ചില്ലറ തപ്പുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളും ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ ദിവസം ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. കാരണം ലാസ്റ്റ് 12ാമത്തെ ദിവസമാണ് ഞങ്ങൾ അവിടെ തൊഴാൻ പോയത്. അതുവരെയും തലേദിവസമൊക്കെ 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ വരി നിന്നിട്ടാണ് ആളുകൾ തൊഴുതിറങ്ങിയെന്ന് അവിടെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോയ ദിവസം നടയിൽ മാത്രം കുറച്ചൊരു ക്യൂ ഉണ്ടായിരുന്നു. അത് ഒരു പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. കുറച്ച് നേരം ആ വരിയിൽ നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. ആ സമയത്ത് ബിബിയോട് ഷർട്ട് അഴിക്കാനൊക്കെ പറഞ്ഞു. മൂപ്പർക്ക് ചെറിയ നാണമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി മനസ്സറിഞ്ഞ് തൊഴുതു. എന്നെ മാത്രം രക്ഷിക്കണേ ഭഗവതി എന്നല്ല കേട്ടോ, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നല്ലത് വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ അമ്പലത്തിൽ പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓരോ കാഴ്ചകളും എനിക്കൊരു പ്രത്യേകതയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ അപ്പം മാവിൽ നിവേദ്യം അവിടെ കണ്ടത്. അതെന്തായാലും അത് മേടിക്കാതെ പോലും ശരിയല്ലല്ലോ. എനിക്കിഷ്ടം കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ആ അപ്പം. അത് അവിടെ വെച്ച് കഴിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ ബിബി കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വകവെക്കാണ്ട് ഞാനതൊക്കെ കഴിച്ചു. പ്രസാദമല്ലേ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് കുറച്ച് ചേച്ചിമാർ അവിടെ നാവൂറ് പാടാൻ മോളെ, ദോഷങ്ങളൊക്കെ തീർക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിർബന്ധിച്ചത്. എന്തുകൊണ്ടോ പ്രത്യേകിച്ച് എനിക്കിപ്പോൾ ഒരു ദോഷങ്ങളൊന്നുമില്ല എന്ന് എൻ്റെ മനസ്സിനെ തന്നെ ഞാൻ അങ്ങോട്ട് വിശ്വസിപ്പിച്ച് ഞാൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അവിടുത്തെ കച്ചവടക്കാരിൽ എൻ്റെ കണ്ണുടക്കിയത്. അവിടെ ആദിയോഗി ഭഗവാന്റെ രൂപങ്ങളും ഗണപതി ഭഗവാന്റെ ഒക്കെ നല്ല ഭംഗിയുള്ള രൂപങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ കണ്ണുടക്കിയത് വള, മാല, പൊട്ട്, ഇതെല്ലാ സ്ത്രീകൾക്കും അതിലേക്കൊരു കണ്ണുള്ളത് അല്ലേ. സാധനങ്ങളൊക്കെ മേടിക്കാൻ ഇഷ്ടമാണെങ്കിലും അവിടെ നിന്ന് ഓരോന്നിൻ്റെ വില കേൾക്കുമ്പോൾ എൻ്റെ മക്കളെ ഒന്ന് കിളിവും. എന്നാൽ അവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കാണ്ട് എങ്ങനെ പോരാ, പിന്നെ ഒന്ന് വില പേശും അല്ലേ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വില പേശി മേടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു കുറച്ച് സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് 2 ഫോട്ടോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അവിടെ 2 ഫോട്ടോ ഒക്കെ എടുത്ത് മനസ്സ് നിറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ആ ദർശനം പുണ്യദർശനമായിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഡ്രൈവ് ചെയ്യുന്ന ആൾ ശല്യം ചെയ്യില്ലേ എന്ന് പറയുന്ന ബിബിയെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇങ്ങനെ വ്യത്യസ്തമായ യാത്രകളുമായി വീണ്ടും കാണാം. ബൈ ബൈ. ടാറ്റാ.